എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഭാരതാംബയുടെ കൊടി കണ്ടാൽ, കാവിക്കൊടി കണ്ടാൽ, ഭാരതാംബയുടെ ചിത്രം കണ്ടാൽ ഈ ചോപ്പ് കണ്ട കാള ഓടുന്നത് പോലെ ഓടുന്നവർ ഇനി എന്ത് ചെയ്യും? അല്ല, ഇനി സർക്കാർ നടത്തുന്ന ഏതൊരു പരിപാടിയിലും, അതുപോലെ തന്നെ പൊതുപരിപാടിയിലും, എല്ലാ സ്കൂളുകളിലും ദേശീയ ഗാനത്തിന് മുമ്പ് വന്ദേ മാതര ഗീതം പൂർണ്ണമായി ആലപിക്കണം എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുതിയ ഉത്തരവ്. ദേശീയ ഗാനം കേൾക്കുമ്പോൾ ലൈംഗികതയാണ് ചെയ്യേണ്ടതെന്ന് തെറ്റിദ്ധരിക്കുന്ന കുട്ടി സഖാക്കളോടാണ് വന്ദേമാതരം കേൾക്കുന്നവർ, അത് നിങ്ങളെന്നല്ല ആരായാലും എഴുന്നേറ്റ് നിന്ന് ആദരിക്കണം, ബഹുമാനിക്കണം. ഞാനിങ്ങനെ ഇത് എടുത്തു പറയാൻ കാരണം, നിങ്ങൾക്ക് ഈ ആണും പെണ്ണും എന്ന രണ്ട് വർഗങ്ങളല്ലാതെ അതിൽ ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യവും കൽപ്പിക്കാറില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ വന്ദേ മാതരത്തെ ആദരവോടെ മാത്രമേ കാണാൻ പാടുള്ളൂ, ബഹുമാനത്തോടെ മാത്രമേ കാണാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. 6 ചരണങ്ങളുള്ള വന്ദേ മാതരത്തിൻ്റെ പ്രത്യേക പതിപ്പാണ് ഇതിനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. 3 മിനിറ്റും 10 സെക്കൻഡും ദൈർഘ്യമുണ്ട് വന്ദേ മാതര ഗീതത്തിന്. എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും ഐക്യരൂപവും കൃത്യമായ പ്രോട്ടോകോളും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത്രേ ദേശീയ ഗാനത്തിന് മുമ്പേ എല്ലാ പൊതുപരിപാടിയിലും, അതുപോലെ തന്നെ സർക്കാർ പരിപാടിയിലും, സ്കൂളുകളിലും വന്ദേ മാതര ഗീതം ആലപിക്കാൻ പറയുന്നത്. പത്മ അവാർഡുകൾ പോലുള്ള സിവിലിയൻ അവാർഡ് ദാന ചടങ്ങുകളിലും വരവിലും പോക്കിലും ദേശീയ ഗീതം, അതായത് ദേശീയ ഗാനത്തിന് മുമ്പ് ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കണം. വന്ദേ മാതര ഗീതം ആലപിച്ചതിന് ശേഷം മാത്രം മതി ദേശീയ ഗാനം ആലപിക്കുന്നത്. അതുപോലെ തന്നെ സിനിമാ ഹാളുകളിലും പൊതുപരിപാടികളിലും നിർബന്ധമായിട്ടും വന്ദേ മാതര ഗീതം ആലപിക്കണം. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവാണ്. തെറ്റിച്ചാൽ 8ന്റെ പണി കിട്ടും. വീണ്ടും പറയുകയാണ്, വന്ദേ മാതര ഗീതം 1970 സംസ്കൃതവും ബംഗാളിയും ചേർത്തിട്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ചിരിക്കുന്നത്. പിന്നീട് 1982 ആനന്ദ മഠം എന്ന നോവലിൽ ഉൾപ്പെടുത്തി. 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലി വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിക്കുകയും 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായിട്ട് വന്ദേ മാതര ഗീതം പാടിയത്. വന്ദേ മാതര ഗീതം അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഊർജ സ്രോതസ്സായിട്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ കണക്കാക്കിയതും. ഈ ഗീതം, അതായത് വന്ദേ മാതര ഗീതം 1905 നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി മാറിയതും. വന്ദേ മാതര ഗീതത്തിൻ്റെ ആദ്യ 2 വരികൾ മാത്രമാണ് ഔദ്യോഗികമായി ദേശീയ ഗീതമായി അംഗീകരിച്ചിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമാണ് ദേശീയ ഗീതമായ വന്ദേ മാതര ഗീതം. എന്നാൽ ആ കാലഘട്ടത്തിൽ, അതായത് സ്വാതന്ത്ര്യ സമര കാലത്ത്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം നൽകുന്ന വന്ദേ മാതര ഗീതം നിയമപരമായിട്ട് നിരോധിച്ചു. അങ്ങനെ 1930 വന്ദേ മാതര ഗീതത്തെ തുടർന്ന് വലിയ വിവാദമുണ്ടായി നമ്മുടെ ഭാരതത്തിൽ. ഇത് 1937 ആയപ്പോഴേക്കും വന്ദേ മാതരത്തെ ചൊല്ലിയുള്ള വിവാദം അതിന്റെ ഉച്ചസ്ഥായിലായി. അന്ന് ഇന്ത്യയിലുണ്ടായ മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് പറഞ്ഞത് വന്ദേ മാതര ഗീതം ആലപിക്കുന്നത് ഞങ്ങൾക്ക് ഹറാമാണെന്നും, അതുകൊണ്ട് വന്ദേ മാതര ഗീതം ദേശീയ ഗീതമായി അംഗീകരിക്കാൻ പാടില്ലെന്നും, ഇന്ത്യയിൽ, നമ്മുടെ ഭാരതത്തിൽ ദേശീയ ഗീതമായ വന്ദേ മാതര ഗീതം നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. കാരണം വന്ദേ മാതരത്തിന്റെ അവസാന വരികളിൽ ഹിന്ദു ദൈവങ്ങളെ പ്രകീർത്തിക്കുന്നതാണെന്നും, അത് ഞങ്ങളുടെ മതത്തെയും മതവിശ്വാസത്തെയും ദൈവത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നും, വന്ദേ മാതര ഗീതം കേൾക്കുന്നത് ഓരോ മുസ്ലിമിനും ഹറാമാണ് എന്നുമാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഒരു പക്ഷേ നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ ഗാനമായി മാറേണ്ടിയിരുന്ന വന്ദേ മാതര ഗീതം പിന്നിലേക്ക് തഴയപ്പെടുകയും ജനഗണമന ഭാരതത്തിന്റെ ദേശീയ ഗാനമായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നമ്മുടെ ഭാരതത്തിൽ വന്ദേ മാതര ഗീതം ആദ്യമായിട്ട് നിരോധിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും രണ്ടാമതായി നിരോധിച്ചത് മുസ്ലിം ലീഗിന് വിധേയപ്പെട്ട് കോൺഗ്രസുമാണ്. ഇന്ന് മുസ്ലിമിനാൽ, കോൺഗ്രസിനാൽ അവഗണിക്കപ്പെട്ട ഭാരതീയ സംസ്കാരവും പൈതൃകവും ഓരോന്നായി ഭാരതീയ ജനതാ പാർട്ടി പുതുജീവൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്ദേ മാതരം പാടാൻ ഇഷ്ടമില്ലാത്തവർ, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നവർ, വന്ദേ മാതരം കേൾക്കുന്നത് ഹറാമായിട്ട് തോന്നുന്നവർ, അന്ന് മതം പറഞ്ഞ് 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞവർ
അവരുടെ മതരാഷ്ട്രത്തിലേക്ക് പോവുക. ഭാരതത്തിൽ നമ്മുടെ ദേശീയ ഗീതമായി ദേശീയ ഗാനത്തിന് മുന്നിൽ തന്നെ വന്ദേ മാതരം ഉയർന്നു മുഴങ്ങിക്കൊണ്ടേയിരിക്കും, പാടിക്കൊണ്ടേയിരിക്കും ഓരോ ഭാരതീയനും. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നിരിക്കുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.